വെടിനിർത്തൽ തുടരുന്നതിനിടയിൽ ഗസയിൽ ഖാൻ വ്യാപക ബോംബാക്രമണം നടത്തുകയാണ് ഇസ്രായേൽ. ഗസയിലേക്ക് സഹായം കൈമാറാൻ ഇസ്രായേൽ വിസമ്മതിക്കുന്നത് മൂലം പലസ്തീനുകളുടെ അവസ്ഥ ഏറെ ദുരിതപൂർണമായി തുടരുകയാണ് ഓരോ ദിവസവും. അതിനിടെ യുദ്ധാനന്തരം ഗസയുടെ ഭരണത്തിൽ പലസ്തീൻ അതോറിറ്റിയെയും അംഗീകരിക്കില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. തുർക്കി സേന ഗസയിലേക്ക് വരുന്നതും സമ്മതിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള പദ്ധതി ഗസ സമാധാന പദ്ധതിയെ അട്ടിമറിക്കുമെന്ന് യുഎസും മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ ഇതിൽ നിന്ന് പിൻവാങ്ങിയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും മുന്നറിയിപ്പ്. MC നാസർ ചേരുന്നുണ്ട്. നാസർ, ഗസയിൽ വ്യാപക ബോംബാക്രമണമാണ്. ഒന്നുമല്ലായിരുന്നു ആ കരാർ ഇല്ലെങ്കിൽ ആ പദ്ധതികൾ എന്ന് തോന്നിപ്പിക്കുന്നത് പോലെ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ഇന്നും എന്താണ് ഗസയിൽ സംഭവിച്ചിരിക്കുന്നത്? ഒപ്പം തന്നെ സഹായം കൈമാറുന്നതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്നുള്ളത് കൂടിയാണ്. തന്നെ അല്പം മുമ്പാണ് ഖാൻ യൂനിസിൽ വ്യാപകമായിട്ടുള്ള വ്യോമാക്രമണവും ഷെല്ലാക്രമണവും ഇസ്രായേൽ നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണമൊന്നും ഇതുവരെയും ഇസ്രായേൽ സേനാ നേതൃത്വം നൽകിയിട്ടില്ല. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അല്പം മുമ്പ് നെതന്യാഹുവുമായിട്ട് തെലവീവിൽ കൂടിക്കാഴ്ച തുടരുന്നതിന് ഇടയിൽ തന്നെയാണ് ഖാൻ യൂനിസിന് നേരെയുള്ള ഈ വ്യോമാക്രമണം തുടരുന്നത്. അതോടൊപ്പം തന്നെ സഹായ വസ്തുക്കൾ ഗസയിലേക്ക് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവും ഇസ്രായേൽ തള്ളുകയായിരുന്നു. റഫ അതിർത്തി തുറക്കുന്നത് സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണവും ഇനിയും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കാരണം ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന് 13 നാളുകൾ പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ പോലും റഫ അതിർത്തി തുറന്നുകൊണ്ട് കൂടുതൽ സഹായ ട്രക്കുകൾ ഗസയിലേക്ക് അനുവദിക്കാൻ പോലും ഇസ്രായേൽ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ലക്ഷക്കണക്കിന് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഗസ സിറ്റിയിലും വടക്കൻ ഗസയിലും അതോടൊപ്പം തന്നെ തെക്കൻ ഗസയിലും വളരെ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ് ഈ വെടിനിർത്തൽ വേളയിലും ഈ ആക്രമണം തുടരുന്ന അതേ സാഹചര്യത്തിൽ തന്നെ ഫലസ്തീൻ ജനത മുന്നോട്ട് പോകുന്നത്. ആവശ്യത്തിന് ഭക്ഷണമോ കുടിവെള്ളമോ മരുന്ന് ഉൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ ലഭ്യമാക്കാനുള്ള നീക്കം നടക്കുന്നില്ല. ഏറ്റവും അനിവാര്യമായിട്ടിപ്പം വേണ്ടത് താൽക്കാലിക താമസ കേന്ദ്രങ്ങളും മറ്റുമാണ്. പക്ഷേ അത്തരം ഉപകരണങ്ങളോ സംവിധാനങ്ങളോ ഗസയിലേക്ക് വിടാൻ പോലും ഇസ്രായേൽ നേതൃത്വം തയ്യാറാകുന്നില്ല എന്നാണ് UN ഏജൻസികൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ പട്ടിണിയും അതോടൊപ്പം തന്നെ മറ്റ് പ്രയാസങ്ങളും പലസ്തീൻ ജനതയെ വലിയ തോതിൽ തന്നെ ബാധിക്കും. അതുകൊണ്ട് ഈ വെടിനിർത്തൽ കരാറിൽ സൂചിപ്പിച്ചതുപോലെ നിത്യം 600 ട്രക്കുകളെങ്കിലും എത്രയും പെട്ടെന്ന് ഗസയിലേക്ക് കയറ്റിവിടാനുള്ള നടപടികളാണ് അടിയന്തരമായിട്ട് വേണ്ടതെന്ന് മധ്യസ്ഥ രാജ്യങ്ങളോടും അതോടൊപ്പം തന്നെ അന്തർദേശീയ സ്വഭാവത്തിലുള്ള കൂട്ടായ്മകളോടും UN ഏജൻസികൾ ആവശ്യപ്പെടുന്നു. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം വന്നിട്ടില്ല. അപ്പോൾ US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇപ്പോൾ ചർച്ചകൾ നടത്തി അദ്ദേഹം അമേരിക്കയിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് അതോടൊപ്പം തന്നെ ട്രംപിന്റെ ഉപദേശകൻ ജെറഡ് കുഷ്നർ എന്നിവരുമായി ചർച്ച നടത്തി. ഇപ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി ട്രംപിന് കൂടിയല്ലേ വലിയ തിരിച്ചടിയായിരിക്കുന്നത്? ഈ കരാർ ലംഘിക്കുക, വെടിനിർത്തൽ കരാർ ലംഘിക്കുക എന്നുള്ളത് ട്രംപിന്റെ സമാധാന ശ്രമങ്ങൾക്ക് കൂടി ഏറ്റിരിക്കുന്ന ഒരു വലിയ, ഇല്ലെങ്കിൽ ട്രംപിന്റെ വാക്കിന് പോലും ഏറ്റിരിക്കുന്ന വലിയ പ്രശ്നമായിട്ടല്ലേ അതിനെ കാണുന്നത്? ആ രീതിയിൽ എങ്ങനെയുള്ള ഇടപെടൽ ഉണ്ടാകും? ലോകരാജ്യങ്ങൾ മുഴുവൻ ഇത് നോക്കി നിൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടല്ലോ നിലവിൽ. തന്നെ തീർച്ചയായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് 20 പദ്ധതി മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ട വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതും 20 ബന്ദികളെ ജീവനോടുകൂടി തന്നെ ആദ്യ ദിവസം തന്നെ കൈമാറാൻ ഹമാസ് തയ്യാറായതും തുടർന്ന് ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുന്ന പ്രക്രിയയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊക്കെ സംഭവിക്കുന്ന ഒരു ഘട്ടത്തിലും ഇസ്രായേൽ നിരന്തരമായിട്ട് ഈ കരാർ ലംഘിക്കുന്ന ഏതാണ്ട് 58ലധികം തവണയാണ് ഈ കരാർ ലംഘിക്കപ്പെട്ടത്. അത്തരമൊരു ഘട്ടത്തിൽ പോലും അതിന് ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു നീക്കമോ നിലപാടോ ട്രംപോ അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടമോ കൈക്കൊള്ളുന്നില്ല. നേരെമറിച്ച് നിസ്സാര കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹമാസ് ഇതുമായി സഹകരിക്കുന്നില്ല, ഇനിയും ഹമാസ് സഹകരിക്കുന്നില്ലെങ്കിൽ ഹമാസിനെ പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യും എന്നതുൾപ്പെടെയുള്ള പ്രസ്താവനകൾ തുടരുന്നു എന്നതല്ലാതെ പ്രായോഗികമായിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടാനോ മധ്യസ്ഥ രാജ്യങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ തന്നെ അമേരിക്കൻ ഭരണകൂടത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ഈ 20 പദ്ധതിയുമായിട്ട് അധികം മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് ഹമാസ് നേതൃത്വം തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മധ്യസ്ഥ രാജ്യങ്ങൾ ഇക്കാര്യം ട്രംപിനെ തന്നെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഇപ്പോൾ കുറെ കൂടി അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് ഇസ്രായേൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഇസ്രായേലിലെ പാർലമെന്റ് തന്നെ ഈ വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിന്റെ ഭാഗമാക്കി ചേർക്കാനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകിയത്. 24-നെതിരെ 25 വോട്ടോടുകൂടിയാണ് ഈ കരട് ബിൽ പാസ്സായത്. അതും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇസ്രായേലിൽ തങ്ങുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് വെസ്റ്റ് ബാങ്ക് പ്രവിശ്യയെ കൂടി
ഇസ്രായേലിന്റെ ഭാഗമാക്കി ചേർക്കാനുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഘട്ടത്തിലേക്ക് ഇസ്രായേൽ കടക്കുന്നത്. ഇത് ഇന്ന് ട്രംപിനെ വലിയ തോതിൽ രോഷാകുലനാക്കിയിട്ടുണ്ട്. അദ്ദേഹം ടൈം മാഗസിന് അതായത് ഈ പറയുന്ന പദ്ധതിയിലുള്ള മറ്റ് കരാറുകൾ ഇല്ലെങ്കിൽ മറ്റ് മാറ്റങ്ങൾ, നിർദ്ദേശങ്ങൾ അതെങ്ങനെ നടപ്പിലാക്കും എന്നതിനനുസരിച്ചായിരിക്കില്ലേ ഇത് എത്രത്തോളം വിജയിച്ചു എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റുക. കാരണം നമുക്കറിയാം അവിടെ ഹമാസിന്റെ നിരായുധീകരണം, ഗാസയുടെ പുനർനിർമ്മാണം ഉൾപ്പെടെ നിരവധി കാര്യങ്ങളുണ്ട് അടുത്ത ഘട്ടം എന്നോണം ചെയ്തു തീർക്കാൻ. പക്ഷെ അതിലേക്ക് പോലും കടക്കാൻ സാധിക്കാത്ത തരത്തിൽ അത് പ്രതിസന്ധിയിലായി പോകുന്നതിനെ ഏതു തരത്തിലാണ് നോക്കിക്കാണുന്നത്? അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ നമുക്കറിയാം ട്രംപിന്റെ തീരുമാനത്തിൽ ഇല്ലെങ്കിൽ ആ പദ്ധതി മുന്നോട്ട് വെച്ചതിൽ ഏതു തരത്തിലാണ് പ്രതികരിച്ചത്. ലോകരാജ്യങ്ങൾ തന്നെ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന രീതിയിലായിരുന്നു പ്രതികരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ആരും പ്രതികരിക്കാതിരിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ യാതൊരുവിധ പ്രതികരണവും വരാതിരിക്കുന്നതിലും ആശങ്കപ്പെടേണ്ടതില്ലേ? ഇതിന് തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ ഉള്ളിൽ ചർച്ചകൾ തുടരുന്നുണ്ട്. അമേരിക്കൻ നേതൃത്വം, വൈസ് പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി, പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉപദേശകൻ, ഇവരൊക്കെയും ഇപ്പോൾ നിരന്തരമായിട്ട് ഇസ്രായേൽ നേതൃത്വവുമായിട്ട് ചർച്ചകൾ തുടരുകയാണ്. പക്ഷേ ഇന്നിപ്പോൾ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഫലസ്തീൻ അതോറിറ്റിക്ക് പോലും യുദ്ധാനന്തര ഗസയുടെ ഭാവി സർക്കാരിൽ ഒരു ഇടം പോലും അനുവദിക്കാൻ പാടില്ല. അതായത് ഹമാസിനും പാടില്ല, ഫലസ്തീൻ അതോറിറ്റിക്കും പാടില്ല. അപ്പോൾ പുറമെ നിന്നുള്ള ഒരു ഭരണ സംവിധാനം, ഒരു പാവ ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കണം എന്നൊരു നിലപാടാണ് ഇസ്രായേൽ ഊന്നി നിൽക്കുന്നത്. പക്ഷേ ഹമാസ് ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാടുകൾ കെയ്റോ ചർച്ചയിലും നേരത്തെയും ഒക്കെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട് അറിയിച്ചിട്ടുണ്ട്. കാരണം ഫലസ്തീനികളല്ലാത്ത ഒരു ഭരണ സംവിധാനം വരുന്ന ഒരു സാഹചര്യത്തിൽ തങ്ങൾ ഒരു നിലക്കും അംഗീകരിക്കാൻ പോകുന്നില്ല. ഫലസ്തീനികൾ, അത് ആരായാലും പ്രശ്നമില്ല, തങ്ങൾ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ, പക്ഷേ ഫലസ്തീനികളുടെ മാത്രം ഒരു തീരുമാനമായിരിക്കണം, അവരുടെ സ്വയം നിർണയാവകാശമാണ് ഇവിടെ പ്രധാനം. അതല്ലാത്ത ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രതിനിധികളെയോ മറ്റോ ഇറക്കിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനത്തോട് തങ്ങൾ യോജിപ്പില്ല എന്ന കാര്യം തന്നെയാണ് ഹമാസ് ആവർത്തിക്കുന്നത്. മധ്യസ്ഥ രാജ്യങ്ങൾ ഇക്കാര്യവും അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ വെസ്റ്റ് ബാങ്കിന്റെ മുകളിൽ പോലും പിടിമുറുക്കാനുള്ള ഇസ്രായേൽ നീക്കം. പിന്നെ ട്രംപ് ഒരുപക്ഷെ ഇന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. കാരണം ഇതൊരു റെഡ് ലൈൻ ആണ് എന്നുകൂടി ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിനെ ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഭാഗമാക്കി മാറ്റാൻ തുനിഞ്ഞാൽ ഇസ്രായേലിനുള്ള എല്ലാ പിന്തുണയും താൻ പിൻവലിക്കുമെന്നാണ് ടൈം മാഗസിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലും ഇന്ന് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കവുമായിട്ട് ഇനി അധികം മുന്നോട്ട് പോകാൻ സാധ്യത കുറവായിരിക്കും. കാരണം ഇപ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി നെതന്യാഹുവുമായി നടത്തുന്ന ചർച്ചയിലും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ 20 പദ്ധതിയിലേക്ക് വരണമെങ്കിൽ യുദ്ധാനന്തര ഗസയുടെ ഭാവി, ബദൽ സർക്കാർ, അതോടൊപ്പം തന്നെ ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു സമവായത്തിലേക്ക് വരണമെങ്കിൽ പോലും ഇപ്പോൾ ഈ ഗസയിലേക്ക് കൂടുതൽ സഹായ വസ്തുക്കൾ ലഭ്യമാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാട് ഇസ്രായേൽ സ്വീകരിക്കേണ്ടി വരും. പക്ഷേ അത്തരം ഒരു നിലപാട് സ്വീകരിക്കാൻ എത്ര കണ്ട് ഈ അമേരിക്കൻ ഭരണകൂടം ഇസ്രായേലിനെ പ്രേരിപ്പിക്കും എന്ന ചോദ്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ ബാക്കി നിൽക്കുന്നത്. ധന്യ. ശരി, നന്ദി.